അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസുഖബാധിതനായ ഒരാൾ അദ്ദേഹം തൈമം ചെയ്താണ് നമസ്കരിക്കുന്നത്. അങ്ങനെ വലിയ ശുദ്ധിയുണ്ടായി. ഇപ്പോൾ സ്വപ്നസ്ഖലനമോ അതുപോലെ എന്തെങ്കിലും ജനാപത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം തൈമം ചെയ്യാമോ, കുളിക്ക് പകരം തൈമം ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉളൂഇന് പകരം തൈമം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുളിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, സാഹചര്യം എന്ന് പറഞ്ഞാൽ കുളിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുകയും അതുകൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അദ്ദേഹത്തിന് ആ രോഗം ശമനമാകുന്നത് വരെ തൈമം ചെയ്തുകൊണ്ട് ജനാബത്തിന്റെ കുളിക്ക് പകരമായി അത് ഉപയോഗിക്കാവുന്നതാണ്, തൈമത്തെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ രോഗം മാറുന്ന സ്ഥിതിക്ക് അത് വേഗം കുളിച്ച് വൃത്തിയാവുകയും വേണം. ഇതാണ് അതിന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വളരെ കൃത്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾപ്പെട്ട ഒരാൾക്ക് കല്ല് വീണ് അദ്ദേഹത്തിന്റെ തലയിൽ നല്ലൊരു മുറിവുണ്ടായി. അങ്ങനെ അദ്ദേഹം രാത്രി കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നസ്ഖലനമുണ്ടായി. ഫഖാല ഹൽ തജിദൂന ലി റുഖ്സത്തുൻ ഫി തയമ്മും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്ക് തൈമം ചെയ്യാമോ? കാരണം ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, എനിക്കത് ഉപയോഗിച്ചാൽ ശാരീരികമായ പ്രയാസമുണ്ടാകും. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, മാ നജ്ദു ലക റുഖ്സ, നിനക്ക് തൈമം ചെയ്യാനുള്ളൊരു ഉപാധിയും കാണുന്നില്ല. വഅന്ത തഖ്തിറു അലൽ മാ ഫഖ്തസില, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കുളിക്കണം. ഫഖ്തസല, അദ്ദേഹം കുളിച്ചു. ഫമാത്ത, അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി പ്രവാചകനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖതലൂഹു ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവനെ കൊന്നവനെ അള്ളാഹു ശപിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം ആ മുറിവുള്ള സമയത്ത് അദ്ദേഹത്തിന് വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമുണ്ടായിരിക്കെ തൈമം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തൈമത്തിന് പകരം കുളി നിർബന്ധമാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹം കുളിച്ചു. അതുകൊണ്ട് രോഗം കലശലായി മരണപ്പെട്ടുപോയി. നിങ്ങൾക്കറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ ചോദിച്ച് അതിന് പരിഹാരം കാണലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അതല്ലാതെ ഒറ്റടിക്ക് മറുപടി കൊടുക്കലായിരുന്നില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ അവരെ ശകാരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഇന്നമാ യക്ഫീഹി അയതയമ്മമ, ഒന്നെങ്കിൽ അവൻ തൈമം ചെയ്യാമായിരുന്നു, ഔ യഅ്സുറ ഔ യഅ്സിബ അലാ ജുർഹിഹി ഖിർഖതൻ, അല്ലെങ്കിൽ ആ മുറിവ് പറ്റിയ സ്ഥലത്തൊരു തുണി കൊണ്ട് മുറുക്കി കെട്ടിയിട്ട് സുമയംസഹു അലൈഹാ വയഗ്തസിലു സായിറ ജസദിഹി, ആ ഭാഗം മാത്രം തടവുകയും ബാക്കി ഭാഗം വെള്ളം ഒഴിച്ച് കഴുകുകയും ചെയ്യാമായിരുന്നു. ഇതാണ് അതുമായി ബന്ധപ്പെട്ട മറുപടി. അതായത് വലിയ ശുദ്ധിക്കാരനായ ഒരാൾ ശരീരത്തിന് ഒരു ഭാഗത്തിന് മുറിവ് പറ്റി, ശക്തമായ മുറിവാണ്, വെള്ളം തൊട്ടാൽ പഴുക്കും, അതുകൊണ്ട് അപകടമുണ്ടാകും, മരണമുണ്ടാകും, അത്രയും വലിയ മുറിവും പ്രയാസവുമാണെങ്കിൽ അയാൾക്ക് രണ്ട് ഓപ്ഷൻ ചെയ്യാം. വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഉപയോഗിച്ച് കഴുകുക, ബാക്കി ആ ഭാഗത്ത് തുണിയോ മറ്റോ കെട്ടി അതിന്റെ മുകളിൽ തടവുക. ഇനി അതല്ല, തീരെ വെള്ളം തൊടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തൈമം ചെയ്താൽ മതി. ഇതാണ് വലിയ ശുദ്ധിക്കാരനായ ഒരാൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെ തൈമമാണ് പരിഹാരം. ഇനി അദ്ദേഹത്തിന്റെ അസുഖം മാറുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ തൈമത്തിന് പകരം കുളിച്ച് അദ്ദേഹം വലിയ ശുദ്ധിയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യണം. ഇതാണ് ഇതിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.